Hi everyone, welcome to Mint, the right guidance. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ നിയമനം 3000 കടക്കും എന്നുള്ളതാണ്. അത് നമ്മൾക്ക് ഇപ്പം തന്നെ 95 ഒഴിവുകളാണ് വന്നിട്ടുള്ളത് പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് ഒഴിവുകൾ, എത്രയൊക്കെ വേക്കൻസീസ്, എത്രയൊക്കെ നിയമനം നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, അതേപോലെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇടാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കമ്പനി ബോർഡ് LGSന് 95 ഒഴിവ് കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി നടന്നിരിക്കുന്ന നിയമനം അല്ലാണ്ട് 95 ഒഴിവുകളും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഉള്ള റാങ്ക് ലിസ്റ്റിലല്ലേ, അതായത് 2024 വന്ന റാങ്ക് ലിസ്റ്റ്, 2024 വന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെയായിരിക്കും ഈ നിയമനവും കൂടെ നടക്കുക. അപ്പോൾ അടുത്ത റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നത് അടുത്ത ഈ വരുന്ന ജാനുവരിയിലായിരിക്കും അടുത്ത റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് 3000-ലധികം, ഓൾമോസ്റ്റ് 3500 തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നിയമനം. അപ്പോൾ ഇപ്പം തന്നെ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. ആ കൂടുതലാണ് ഒരു 95 ഒഴിവാണ് നമ്മൾക്ക് കൂടുതൽ വന്നിട്ടുള്ളത്. കൂടുതൽ ഒഴിവ് ബെഫ്കോയിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിയമനം 3000 കടക്കുന്നതന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് 95 ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് കമ്പനി കോർപ്പറേഷൻ ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് തസ്തികയുടെ 95 ഒഴിവുകളാണ് PSC റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കമ്പനി കോർപ്പറേഷൻ ബോർഡ് LGS, അതായത് ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റിൻ്റെയാണ് നമുക്ക് 95 ഒഴിവ് വന്നിട്ടത്. പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടാണ് നമുക്ക് ഈ ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് ജസ്റ്റ് നോക്കി പോവുകയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും? നമ്മുടെ ബെഫ്കോയിൽ 51, ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ബെഫ്കോയിലാണ്. 51 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. പിന്നെയുള്ളതോ വാട്ടർ അതോറിറ്റിയിൽ 24 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അതേപോലെ ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡിലോ 14 ഒഴിവുകൾ. അതേപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ 2 ഒഴിവുകൾ. പിന്നെയുള്ളത് ബാക്ക്വേർഡ് ക്ലാസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ 2 ഒഴിവുകൾ. അതേപോലെ ടോഡി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിൽ 1 ഒഴിവാണ് ഉള്ളത്. അതേപോലെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ 1 ഒഴിവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒഴിവ് ബെഫ്കോയിലും, അത് 51 ഒഴിവാണ് വന്നിട്ടുള്ളത്. അതേപോലെ ഏറ്റവും കുറവ് 1 ഒഴിവുള്ള 2 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്, 2 സ്ഥാപനങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ടോഡി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡും അതേപോലെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിനാണ് 1 ഒഴിവായിട്ട് വന്നിട്ടുള്ളത്. അത് നമ്മുടെ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് തന്നെയായിരിക്കും ഈ ഒഴിവിനൊക്കെ നിയമനം നടക്കാൻ പോകുന്നത്. അപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ബെഫ്കോ ഉണ്ട്, വാട്ടർ അതോറിറ്റി ഉണ്ട്, ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് ഉണ്ട്, അതേപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ട്. ഇതിനൊക്കെ ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ പല ഒഴിവുകളായിട്ടാണ് വന്നിട്ടുള്ളത്. പല കാറ്റഗറീസിലൊക്കെ ആയിട്ടാണ് നിയമനം ഓൾറെഡി നടന്നിട്ടുള്ളത്. അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നിയമനം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒഴിവുകൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് എങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പോൾ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 95 ഒഴിവാണ് ടോട്ടലായിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഡിവിഷനാണ് ഇപ്പം കണ്ടത്. അപ്പം നമ്മൾക്ക് ഓൾറെഡി റാങ്ക് ലിസ്റ്റ് വന്നിട്ട് നമുക്ക് പല നിയമനങ്ങളും ഓൾറെഡി നടന്നല്ലേ. ഇത് ലാസ്റ്റ് വന്നത് നമ്മുടെ 2024 വന്നത്. ഇത് എത്ര കാലം വരെ ആയിരിക്കും ഉണ്ടാവുക? ഇത് ലാസ്റ്റ് അഡ്വൈസ് പോയത് 16/4/2026, അതായത് ഏപ്രിലിൽ, നമ്മുടെ ഇപ്പോഴത്തെ ഏപ്രിലായിരുന്നു ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ഇതിന്. ഇനി നമ്മൾക്കിത് ജാനുവരി വരെ ഈ റാങ്ക് ലിസ്റ്റ് ഓടുന്നതാണ്. അപ്പോൾ ഇനി കുറച്ച് മാസവും കൂടെ ഉണ്ടല്ലേ, ഒരു 7 മാസവും കൂടെ ഉണ്ട്. അപ്പോൾ ഈ മാസത്തിൽ നമുക്ക് ഇനിയും കുറേയും കൂടെ നിയമനം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഉള്ള ലിസ്റ്റിൽ തന്നെ. ഇപ്പം നമ്മൾ റാങ്ക് അപ് ടു വിച്ച് അഡ്വൈസ്ഡ്, എത്ര റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല ലിസ്റ്റായിട്ട്, പല കാറ്റഗറി ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓപ്പൺ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും മെയിലിന് 2449, 2449, ഫീമെയിലിന് 2462 പോയിട്ടുണ്ട്. EWSന് 2475, അതെ ഫീമെയിൽ ആണെങ്കിൽ 2494. അതേപോലെ നമ്മൾക്ക് SC ST, അതേപോലെ OBC, ഹിന്ദു നാടാർ, SC CC, ഇതിൻ്റെ ഒക്കെ ലിസ്റ്റ് ഇങ്ങനെ ക്ലിയർ ആയിട്ട്
കൊടുത്തിട്ടുണ്ട് അല്ലേ ഇവിടെ. ഇപ്പോൾ അതേപോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ്, LVക്ക് 31, അങ്ങനെ ഓരോന്നായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണോ അഡ്വൈസ് പോയിട്ടുള്ളത്, എത്ര റാങ്ക് വരെ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താണ് അറിയേണ്ടത്, നമുക്ക് അടുത്ത വരുന്ന പരീക്ഷ, നമുക്ക് ജൂലൈ 18 LGSന്റെ പരീക്ഷ ഉണ്ടല്ലേ, അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ എത്ര വരെ നിയമനം പ്രതീക്ഷിക്കാം. ഇപ്പം തന്നെ നമുക്കറിയാം, ഇപ്പോൾ 3000 കഴിഞ്ഞു അല്ലേ, 3000 കടക്കും ഇനി. ഇപ്പോൾ 3000 കടക്കുമ്പോൾ നമുക്ക് അടുത്തത് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക, നമുക്ക് നെക്സ്റ്റ് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക 3000-ലധികം തന്നെ നിയമനം നടക്കാനുള്ള സാധ്യത നല്ലോണം ഉണ്ട്. അപ്പോൾ ഇത് തന്നെ ഇനിയും 7 മാസം ഉണ്ട്. അപ്പോൾ ഇനിയും നിയമനം നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഉള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ നിയമനം നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ 3000-ലധികം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും, നിയമനം നടക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ കാറ്റഗറി വൈസ് ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ജസ്റ്റ് നോക്കി വെക്കുക. നമ്മൾക്ക് എത്ര നിയമനം നടന്നിട്ടുണ്ട്, നമ്മുടെ കാറ്റഗറിയിൽ എത്ര നിയമനം നടന്നിട്ടുണ്ട് എന്നൊക്കെ ജസ്റ്റ് നോക്കി വെച്ചാൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എവിടെ എത്രയാണ് ചാൻസസ്, എന്താണ് പ്രോബബിലിറ്റി, എന്താണ് എത്രയാണ് കിട്ടാനുള്ള ചാൻസസ്, റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നാൽ ജോലി കിട്ടാനുള്ള ചാൻസസ് എന്തൊക്കെയാണ്. അതൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ എക്സാമിന് അപ്രോച്ച് ചെയ്യേണ്ട കാര്യം കൂടെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. എന്തായാലും നമ്മൾ മാക്സിമം റാങ്ക് മുകളിലേക്ക് വാങ്ങിക്കാൻ നിൽക്കണം. പക്ഷെ എന്നാലും നമ്മളുടെ എങ്ങനെയാണോ റാങ്ക് വരുന്നത് അതനുസരിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളൊരു ഐഡിയ കൂടെ ഫോം ചെയ്യാനാണ് നമ്മൾ എന്താ പറയുക നേരത്തെ നടന്ന നിയമനമൊക്കെ കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമുള്ളത്. ഇതുവരെ എത്ര നടന്നിട്ടുണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ 2921 നിയമനമാണ് ഇതുവരെ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നടന്നിട്ടുള്ളത്. ഏത് റാങ്ക് ലിസ്റ്റ്? 2024 വന്ന റാങ്ക് ലിസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 2921 നിയമനം ഓൾറെഡി നടന്നിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്ത ഒഴിവിൽ നിയമനമാകുന്നതോടെ കമ്പനി, കോർപ്പറേഷൻ, ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് റാങ്ക് ലിസ്റ്റിൽ നിയമനം എന്ത് കടക്കും? 3000 കടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒഴിവുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ കഴിയുമ്പോഴേക്കും പയ്യെ നിയമനം വരുമ്പോഴേക്കും ഒരു 3000 എന്തായാലും കടക്കുമെന്നാണ് പറയുന്നത്. ഇതുവരെ 2921 പേർക്കാണ് ഈ ലിസ്റ്റിൽ നിന്നുള്ള നിയമന ശുപാർശ പോയിട്ടുള്ളത്. ഈ 95 പേരും കൂടെ കൂടുമ്പോൾ എന്താവും? നിയമനം 3016 മാറുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 2921 പേരുടെ കൂടെ നമ്മൾക്ക് ഇപ്പോൾ ഒഴിവുകൾ എത്രയാണ് വന്നിട്ടുള്ളത്? 95 ഒഴിവ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ 95 ഒഴിവും കൂടെ ആഡ് ആവുമ്പോൾ നമുക്ക് 3016 ഓൾറെഡി ആയി. നമ്മളിപ്പോൾ മെയ് എത്തിയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ മെയ് എത്തിയിട്ടുള്ളൂ, 5 മാസമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനി ഉണ്ട് 7 മാസം. അപ്പോൾ ഈ 7 മാസത്തിൽ ഇനിയും നിയമനം നടക്കും. ആ നിയമനം നടക്കുമ്പോൾ നമുക്ക് ഇനിയും എന്താ പറയുക, നിയമനം നടക്കുന്നതിൻ്റെ നമുക്ക് നമ്പർ കൂടി വരുന്നത് തന്നെ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് 3500 വരെയൊക്കെ ചിലപ്പോൾ നിയമനം നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് നെക്സ്റ്റ് എക്സാമിനും കൂടെ നമുക്ക് എത്ര നിയമനം നടക്കുന്ന എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെ പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ജൂലൈ 18 LGSന്റെ എക്സാം നടക്കുക അല്ലേ. അപ്പോൾ നമ്മൾക്ക് നിയമനം ശരിയാണ് 3000-ലധികം നടക്കും. അപ്പോൾ നല്ലോണം ചാൻസ് ഉള്ള ഒരു എക്സാമാണ്, നല്ലോണം ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു എക്സാമാണ് നമുക്ക്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര എന്ത് ചെയ്യണം, ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കണം. ഭയങ്കര ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഗൈഡഡ് ആയിട്ട് തന്നെ പഠിക്കണം. ഗൈഡഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു നല്ലൊരു ഗൈഡ് വേണം അല്ലേ. അപ്പം അതിനാണ് നമ്മളുടെ മിൻറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്? മിൻറ്റ് ഒരു ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ക്രാഷ് ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കമ്പനി ബോർഡ് LGSന്, ബെവ്കോ LDCക്കും VFAക്കും കൂടെ നമുക്ക് ഒന്നിച്ച് തന്നെ പഠിക്കാം. അപ്പോൾ ഇതിന് 3നും കൂടെ ആയിട്ടൊരു ക്രാഷ് ബാച്ചാണ്. 799 മാത്രമാണ് ഒരു പ്രൈസ് ആയിട്ട് വന്നിട്ടുള്ളത്. സ്പെഷ്യൽ പ്രൈസ് ആണ് 800 rupees. 799 മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ആലോചിക്കണം. 3 കോഴ്സും കൂടെ, 3ൻ്റെയും കൂടെ എക്സാമിനും വേണ്ടി കൂടെ ഒരു ക്രാഷ് ബാച്ച് ആയിട്ടാണ് നടത്താൻ പോകുന്നത്. ലൈവ് ക്ലാസ് ഉണ്ടാവും നിങ്ങൾക്ക്. അത് ലൈവ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. ഡെയിലി, വീക്ക്ലി, മന്ത്ലി ആയിട്ടുള്ളൊക്കെയുള്ള ടെസ്റ്റുകൾ നടക്കും. അതേപോലെ നിങ്ങൾക്ക് നോട്ട്സ്, ഇപ്പോൾ ക്ലാസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നോട്ട്സ് റിവൈസ് ചെയ്യാൻ വേണ്ടി PDF നോട്ട്സും കൂടെ അവൈലബിൾ ആയിരിക്കും. അതേപോലെ മെൻറ്റോർഷിപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, എന്തെങ്കിലും ഗൈഡൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെൻറ്റോർഷിപ്പ് അവൈലബിൾ ആയിരിക്കും. അതേപോലെ SCRTയും അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും രണ്ടും ഒരു എക്സാമിന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അതാണ് നമ്മുടെ ബേസ്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലാസ്സസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. April 30th ഇത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക. അതിനൊന്നില്ലെങ്കിൽ നിങ്ങൾ മിൻറ്റിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറില്ലേ 790736
5854 കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഈ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, ഭയങ്കര ഗൈഡഡ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. മികച്ച പഠനം വേണ്ടിനൊപ്പം താങ്ക് യു സോ മച്ച്.